നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. നോർക്ക റൂട്ട്സിന്റെയും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജില്ലയിലെ പ്രവാസികൾക്കും തിരിച്ചെത്തിയ പ്രവാസികൾക്കുമായി ഏകദിന സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ ടി രശ്മി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രവാസികൾക്ക് വേണ്ടി ആകെ നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്ത് മാത്രമാണ്. കാരണം വെച്ചാൽ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നോർക്ക വകുപ്പ് രൂപീകരിക്കുകയും ഈ നോർക്ക വഴി ഈ തിരിച്ചു മടങ്ങിയ പ്രവാസികൾക്കും പ്രവാസികളായി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഒരേ രീതിയിൽ റീഇൻറ്റിഗ്രേഷൻ പ്രോഗ്രാം ആയാലും ശരി തന്നെ അവിടുത്തെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനും ആകെയുള്ള ഒരു വകുപ്പ് നോർക്ക വകുപ്പ്. അത് കേരളത്തിൽ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ബാക്കി ഒരു സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഒരു വകുപ്പ് രൂപീകരിക്കുകയോ അവിടുത്തെ ഒരു പ്രവാസി നേരിടുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കുകയോ ചെയ്യാറില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു വിജയമായിട്ട് കാണേണ്ടത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ് പദ്ധതി, മറ്റ് പദ്ധതികൾ എന്നിവയെക്കുറിച്ച് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അസോസിയേഷൻ പ്രൊഫസർ PG അനിൽ ക്ലാസ് എടുത്തു. 2 വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി മലയാളികൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ എന്നിവ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവയുടെ വിപുലീകരണത്തിനും പ്രയോജനപ്പെടുന്നതാണ് NTPR-EM പദ്ധതി. 2025-26 വർഷത്തിൽ കേരളത്തിൽ 1500 പുതിയ സംരംഭകരെ സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംരംഭങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും പദ്ധതി നടപ്പിലാക്കുന്നതിനും ആവശ്യമായ സാമ്പത്തിക, നിയമ, മാനേജ്മെന്റ് മേഖലകളെ സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും കുറഞ്ഞ മൂലധനത്തിൽ നാട്ടിൽ ആരംഭിക്കുവാൻ കഴിയുന്ന നൂതന ബിസിനസ് ആശയങ്ങളെക്കുറിച്ചും ശില്പശാലയിൽ സംവദിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 125ലധികം പ്രവാസികൾ പങ്കെടുത്തു. TPC ഹാളിൽ നടന്ന ശില്പശാലയിൽ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ സ്മിത ചന്ദ്രൻ അധ്യക്ഷനായി. CMD പ്രോജക്ട് ഓഫീസർ G ഷിബു, V ഷിജി എന്നിവർ പങ്കെടുത്തു.